ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബോട്ട് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാണ്. അതായത് പലരും പാറ്റേൺസും അതുപോലെ തന്നെ അരേ ഊപ്സ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ചിലരെന്തായിരിക്കും ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കി പഠിക്കുകയാണെങ്കിലും ചിലപ്പോൾ ചില ടൈമിൽ നമ്മൾ ചില പാറ്റേൺസോ അല്ലെങ്കിൽ അരേ ക്വസ്റ്റ്യൻസോ ഒക്കെ മിസ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട്, നിങ്ങളിപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്താൽ ചിലരെന്തായിരിക്കും ചില പാറ്റേൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവർക്ക് വീണ്ടും ആ ഒരു പാറ്റേൺ നോക്കണമെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് ഏത് ചാനലിലാണ് നമ്മൾ കണ്ടത് എന്ന് പോലും ചിലപ്പോൾ എന്തുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് എന്താ, ഞാൻ ഒരു 100 പാറ്റേൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇ ബുക്ക് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കൊടുത്തിട്ടത്, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ വൈൽ, ഡു വൈൽ, ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇഫ് എൽസ് കണ്ടീഷൻസ് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ലൂപ്പൊക്കെ, അതായത് ഓരോ പാറ്റേൺസും 100 പാറ്റേൺസ് അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ്. അപ്പൊ അതിന്റെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ലൈനിലും അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ലൈന് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വേറെ താഴെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു 1 വീക്ക് ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താണ്. ഓക്കെ, അപ്പൊ അതിലുള്ള എല്ലാ പാറ്റേൺസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു പാറ്റേൺ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഒരു പാറ്റേൺ നമ്പർ ഇവിടെ എന്ത് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്തുതരാം, അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ വീഡിയോ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാം, ഇനി അരേന്റെ ഇതുപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് പേര് കമന്റിലൊക്കെ എന്നോട് പറയുന്നതാണ്, ബ്രോ ഈ ഒരു വീഡിയോ ചെയ്യുമോ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നൊക്കെ. അപ്പൊ പലർക്കും എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈമിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ എല്ലാ വീഡിയോസും ഒരുമിച്ച് എനിക്ക് ചെയ്യാനായിട്ട് നൈറ്റ് ആയിരിക്കും കൂടുതൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം പകല് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വീഡിയോസ് ഒരുമിച്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അരേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോന്റെ താഴെ എന്ത് ചെയ്യും, കമന്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെയാണ് ആൻസർ വേണ്ടത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും കൊടുക്കുക. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അരേ ക്വസ്റ്റ്യനിൽ അത്രയും മാക്സിമം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് റൈറ്റിംഗ് കൂടി കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഇ ബുക്കിനകത്ത് 100 പാറ്റേൺസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബിഗിനേഴ്സ് പഠിക്കുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ അരേ വരുന്ന പാറ്റേൺസ്, അരേന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.